2 കുപ്പി വെള്ളം അമ്മ എടുക്കാം, 2 കുപ്പി വെള്ളം കുച്ചു എടുത്തോ. ഓക്കെ? എന്തിനാ കുച്ചു അത് എടുക്കുന്നോ? അത് അമ്മ എടുക്കത്തില്ല കേട്ടോ. I cannot take that. Yeah, that's the best. പൊന്നോ, ഈ ലൈറ്റ് ഓഫ് ചെയ്യട്ടോ. അയ്യോ, എന്ത് കുറിച്ച് ആലോചിക്കുന്ന? വാട്ട് ആർ യു തിങ്കിങ് അബൌട്ട്? ആർ യു എക്സൈറ്റഡ്? ഐ തിങ്ക് നമ്മളിവിടെ പോകാത്തൊരു പുതിയ ട്രെയിലാണ്. നമ്മൾ താഴോട്ട് പാർക്ക് ചെയ്യണം. നമ്മൾ പണ്ടൊരു തവണ ഈ ട്രെയിൽ വന്നിട്ടുണ്ട്, എന്നിട്ട് ഇത് ക്ലോസ് ആയിരുന്നു. എന്നിട്ട് കൊച്ചു അമ്മയും തിരിച്ചു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ അത് ക്ലോസ്ഡ് ആയിരിക്കുമെന്ന്. ബട്ട് ലക്ലി ഇറ്റ്സ് ഓപ്പൺ. അപ്പം നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് കയറിയിട്ട് താഴോട്ട് എടുക്കാം അല്ലേ? അപ്പോൾ നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ താഴോട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാം. അയ്യോ, വിൻഡോ ഒക്കെ പൊക്കിയോ കൊച്ചുവിൻ്റെ സൈഡിൽ വിൻഡോ? നിന്റെ ബാഗ് എടുക്കുക കേട്ടോ. വിൽ സ്റ്റാർട്ട്. ഓഫ് ചെയ്തു അല്ലേ? ലാസ്റ്റ് ടൈം നമ്മളിവിടെ വന്നപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിരുന്നു, ഈ ബ്രിഡ്ജ് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകാൻ പറ്റിയില്ല. സി, ഇവിടെ താഴെ കൂടെ ഒരു അരുവി ഒഴുകുന്നുണ്ട്. നമുക്ക് നടന്നിട്ട് വന്നിട്ട് നമുക്ക് ഇവിടെ വി വിൽ സിറ്റ് ഇൻ ഈ അരുവിയുടെ സൈഡിൽ എവിടെയെങ്കിലും ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം കേട്ടോ ഉച്ചു. ഓക്കെ? So beautiful. ഇതാണ് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം. അമേരിക്കയിൽ നിന്ന് ഞാൻ എന്തെങ്കിലും തിരിച്ചു പോകുമ്പം ഐ വിൽ മിസ് ദ നേച്ചർ ബ്യൂട്ടി. അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഇവിടെ. സോ ബ്യൂട്ടിഫുൾ. ആ പാലം കയറി വന്നപ്പോഴത്തേനും ഇവിടെ വീണ്ടും വേറൊരു പാലം. വിപിനി ട്രെയിനിൽ വന്നിട്ടില്ല കേട്ടോ. ഹൗ ഈസ് ഇറ്റ്? വാവ്, ഐ ലൈക്ക് ദിസ്. ഇറ്റ്സ് ഫുൾ ഓഫ് വാട്ടർ ബോഡി അല്ലേ? എല്ലായിടത്തും നിറച്ചും വെള്ളമുണ്ട്, പിന്നെ നല്ല മരങ്ങളുണ്ട്. അമ്മ എടുക്കണോ ബാഗ്? ഓക്കെ. കൊച്ചു നടക്കുന്ന തന്നെ വലിയ കാര്യം. കൊച്ചു എന്തുവാടെ അമ്മ? ഇറ്റ്സ് നോട്ട് ഹോട്ട്. യാ, കൊച്ചുവിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനാണ് അവനെ നിർബന്ധിച്ച് തൊപ്പിയൊക്കെ എടുപ്പിച്ചത്. പക്ഷേ ഇറ്റ്സ് വെരി, ഇതിൻ്റെ അകത്ത് വന്നപ്പോൾ നല്ല തണുപ്പല്ലേ കൊച്ചു? ഒട്ടും ചൂടൊന്നുമില്ല. നമ്മൾ പോകുന്ന വഴി ഓർത്ത് വെക്കണേ. ഇവൻ്റെ കൂടെ പോകുമ്പോൾ എനിക്കൊന്നും അറിയേണ്ട ആവശ്യമില്ല. ഞാൻ ചുമ്മാ ഇങ്ങനെ ഫ്രീ ആയിട്ട് നടന്നാൽ മതി. ഇതിപ്പോൾ എൻ്റെ ഉത്തരവാദിത്വമാണല്ല. കൊച്ചുവിടെ വെള്ളത്തിൽ ഇറങ്ങാൻ പോവാണോ? ഫസ്റ്റ് നമുക്ക് കുറച്ച് നടന്നിട്ട് വരാടാ. എന്നിട്ട് നമുക്ക് നല്ല സ്ഥലത്ത് എവിടെയെങ്കിലും പോയി ഇരുന്നിട്ട് ഫുഡ് കഴിക്കാം. ലെറ്റ്സ് വാക്ക് ഫോർ 1 hour. കം വാ പൊന്നാ. കൊച്ചു പോയോ? കൊച്ചുവാണ് ഫ്രണ്ടിൽ പോകുന്നത് അല്ലേ? അപ്പോൾ കൊച്ചുവിനെ നമ്മളിങ്ങനെ പ്രൊമോട്ട് ചെയ്ത് വിടുക, പിന്നെ അവനെ ഹാപ്പി ആയിട്ട് നടന്നോളൂ. ബെഞ്ച് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നുണ്ടോ കൊച്ചു? അമ്മ ഇച്ചിരി ഇവിടെ ഇരിക്കാം. ഈ 2 ബാഗും തൊപ്പിയും. അമ്മ തൊപ്പി വെക്കട്ടെ കൊച്ചു? തൊപ്പി വെക്കാൻ വേണ്ടിയിട്ടാണ്. തൊപ്പി അമ്മയുടെ തൊപ്പിയുടെ ആവശ്യമാണെന്ന് തോന്നിയിട്ട് ഒട്ടും തണുപ്പില്ല. പിന്നെ എൻ്റെ ഈ മാല ഞാൻ ഊരി വെക്കട്ടെ. ഈ മാല ഇതും കൂടെ എന്തോ ഒരു മൊത്തത്തിൽ ഒരു. കൊച്ചുവിൻ്റെ മാല കാണിച്ചോ? കൊച്ചുവിൻ്റെ മാലയിൽ ആരൊക്കെയാണോ ഉള്ളത്? Saint Padre Pio and the cross. Saint Padre Pio and the cross. കൊച്ചു നമ്മുടെ മാല ഊരി തരുമോ? This is my baby. My kuch. ഫാസ്റ്റ് കുച്ചല്ല ഫാസ്റ്റ്. അയ്യോ കൊച്ചു അമ്മയുടെ ലോക്കറ്റ്. ഓക്കെ, നിങ്ങൾക്ക് എൻ്റെ മാല ഇഷ്ടമാണോ? ഇത് ഞാൻ ഷീനിൽ നിന്ന് മേടിച്ച മാലയാണ്. ദിസ് ഇസ് മൈ ഫേവറേറ്റ്. ചൈന ഷീൻ. യാ, കൊച്ചു അമ്മ നാട്ടിൽ വന്നിട്ട് എന്തുകൊണ്ട് മെയിൽ വന്നു വെങ്കോലി ചൈന. അപ്പം നമ്മൾ we are going to start our journey. Are you excited actually? Are you excited? Okay, stop. Fish. പക്ഷെ വാട്ടർ ഫുൾ ഡേർട്ടി അല്ലേ? Fish is there. Yeah.
What if I go in there and just catch one? നീ അതിനകത്ത് ചെളിയിൽ പൂണ്ട് There's mosquito water. അപ്പ വുഡ് ഹാവ് റിയലി എൻജോയ്ഡ് ദിസ് പ്ലേസ് അല്ലേ കുച്ചു? ഈ വെള്ളത്തിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടക്കാനായിട്ട് തന്നെ എന്തൊരു രസമല്ലേ. ഇതൊക്കെ ഭയങ്കര ഒരു എനിക്ക് തോന്നുന്നൊരു കുറേ ഏക്കറുകൾ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു ട്രെയിലായിരിക്കും. കാരണം ഇവിടെ ട്രെയിലെല്ലാം ഇങ്ങനെ കണക്റ്റഡ് ആയിട്ടിരിക്കുക. അവിടെ ഒരു ഫാമിലി അപ്പനും 2 മക്കളും കൂടെ നടക്കുന്നുണ്ട്. നമ്മൾ ഈ വഴിക്കാണ്. ഓ ഇവിടെ സൈൻ വെച്ചിട്ടുണ്ടല്ലേ. അപ്പം നമ്മൾ സ്ഥലം മിസ്സാകത്തില്ലായിരിക്കും. അപ്പം ഈ നമ്മൾ ഈ സൈൻ നോക്കി. Oh, this is green ribbon trail. I counted more than you. No. I only had one. I got one up before you. Oh, we have to find it. The sign. Oh yeah, we went for like. It's so beautiful actually, full of like ഇങ്ങനെ കുറേ ഗ്രീൻ ലീവ്സ് കാണുമ്പോൾ തന്നെ എന്തൊരു രസമാണ്. കുച്ചു അടുത്ത സൈൻ കണ്ടോ? ഓക്കെ, അമ്മ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് നടക്കുന്ന കാരണം ഇവിടെ കണ്ടോ, ഇവിടെ ഒരു മരം വീണ് കിടക്കുന്നുണ്ടോ കുച്ചു? എനിക്ക് കുഞ്ഞിലേക്ക് ആണെങ്കിൽ, കുഞ്ഞിലേന്നല്ല ഇപ്പോഴും ഈ മരമൊക്കെ ചാടി അപ്പുറത്ത് പോകാനായിട്ട് നല്ലൊരു എക്സൈറ്റ്മെന്റ് തോന്നുന്നുണ്ട്. ഈ മരം കയറി മരത്തിൽ കൂടെ നടന്ന് അപ്പുറത്ത് പോവാം അല്ലേ? I don't know. നമ്മുടെ നാട്ടിലെ പോലെ ഇവിടുത്തെ മനുഷ്യരും ഓരോ സ്ഥലത്തൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെക്കുന്നുണ്ട് കണ്ടോ, ഓരോന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നാട്ടിലിങ്ങനെ ഓരോ ഭിത്തിയിലൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ എഴുതി വെക്കത്തില്ല, അതുപോലെ. എനിവേ നല്ല രസമല്ലേ ഇവിടെ? എനിക്കിങ്ങനെ കാടും അവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കാണുമ്പം ഭയങ്കര, എനിക്കിങ്ങനെ കാടും പിന്നെ അതിൻ്റെ നടുക്ക് കുറേ വെള്ളമൊക്കെ കാണും ഭയങ്കര എക്സൈറ്റഡ് ആവും. പണ്ട് എനിക്ക് എൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ കാട്ടിൽ ജീവിക്കണം എന്നായിരുന്നു. ഫ്രോഗ്, അത് കാട്ടി ജീവിക്കണം എന്നായിരുന്നു കേട്ടോ. എന്തായാലും ടച്ച് ചെയ്യില്ല, അത് ഭയങ്കര ചൊറിയും. അത് താഴെയിട്, ഡോണ്ട് ടച്ച് ഇറ്റ്, പ്ലീസ് കൊച്ചു, അമ്മയ്ക്ക് ഇച്ചിങ് ആവും. എന്താ കൊച്ചു അങ്ങനെ ചെയ്യുന്ന നീ? പോയിസൺ ഐവി അല്ലല്ലേ? അപ്പൊ അതായിരുന്നു എൻ്റെ ആഗ്രഹം, ഒരു കാട്ടി ജീവിക്കണം എന്ന്. ഇവിടെ വന്നിട്ട് ആ ആഗ്രഹം ഞാൻ സഫലീകരിച്ചു. കാട്ടി ജീവിച്ചില്ല എങ്കിലും കുറേ ഇങ്ങനെ ട്രെയിൻ കാട്ടിക്കൂടെ നടക്കാനായിട്ട് പറ്റി. പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ക്യാമ്പിംഗ് ഒക്കെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. കാടിനകത്ത് ക്യാമ്പ് ചെയ്യാം. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ വലിയ വന്യമൃഗങ്ങളും അങ്ങനെയൊന്നുമില്ല. ഇവിടുത്തെ കാടുകളിൽ ഇങ്ങനെയുള്ള ട്രെയിൽസിലൊക്കെ കൂടുതലും മാനുകൾ മാത്രമേ ഉള്ളൂ. കം കൊച്ചു. അപ്പോൾ ശരി ഗൈസ്, എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊക്കെ കാണുവാണെന്നുണ്ടെങ്കിൽ മീ ആൻഡ് കുച്ചു വിൽ അപ്ഡേറ്റ്, കീപ് യു അപ്ഡേറ്റഡ്, ഡോണ്ട് വറി. കുച്ചു അങ്ങനെ ഓരോരോ വഴി കൂടെ കയറിപ്പോയി നമ്മൾ വഴി മിസ്സാവല്ലോ കേട്ടല്ലോ. ലെറ്റ്സ് ഗോ ടു എ സ്ട്രെയിറ്റ് വേ, ഏതെങ്കിലും സ്ട്രെയിറ്റ് വഴി കൂടെ നടക്കാം. ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ബെഞ്ച് ഇട്ടേക്കും. അതാണ് ഇവിടെ എനിക്ക് ഭയങ്കര രസമാട്ടോ. ഈ ട്രെയിലിനകത്ത് എവിടെയെങ്കിലും അങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ നടന്ന് ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ 2-3 ബെഞ്ച്. ആക്ച്വലി ബെഞ്ചാണോ ഡെസ്ക് ആണോ? ഐ ഫോർഗോട്ട് ആക്ച്വലി. ഇസ് ഇറ്റ് ബെഞ്ച് ഓർ ഡെസ്ക്? ബെഞ്ച്. എനിവേ സ്കൂൾ ജീവിതം കഴിഞ്ഞിട്ട് കുറേ നാളായില്ലേ, അപ്പോൾ ബെഞ്ചും ഡെസ്കും ഒക്കെ മറന്നു പോയിരിക്കുന്നു ഗൈസ്. forgive me. കുച്ചു ഇങ്ങനെ ഏതോ വഴി കൂടെ കയറിപ്പോ. വാ തിരിഞ്ഞു പോവാം, നമുക്ക് മെയിൻ വഴി കൂടെ പോവാം. നമുക്ക് തിരിച്ച് മെയിൻ വഴി കൂടെ പോവാം. നമ്മൾ ഈ കുറുക്ക് വഴി കൂടെ എല്ലാം കയറിയാൽ നമ്മൾ എവിടെയെങ്കിലും മിസ്സാവും. ഇങ്ങനെ കൊച്ചു ഫ്രണ്ട് നടക്ക്. വാട്ട്സ് ദ സൗണ്ട്? ഇവിടെ വന്യമൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും ഒരു ഇങ്ങനെ ഇലകളൊക്കെ അനങ്ങുന്ന സൗണ്ട് കേൾക്കുമ്പോൾ എനിക്ക് പേടിയാ. ഐ ഡോണ്ട് നോ, പേടിക്കുന്ന ആവശ്യമില്ല. എനിക്കിപ്പം കുറേ ട്രെയിൽസിൽ ഞങ്ങൾ വോക്ക് ചെയ്തിട്ടുണ്ട്. ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള ഒരു ചെറിയ പാമ്പിനെ പോലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ലൈക്ക് ഈ ഒരു സൈഡ് ഓഫ് അമേരിക്കയിൽ, ഇപ്പം അതർ സൈഡ് ഓഫ് അമേരിക്കയിൽ ഇപ്പോൾ ടെക്സാസ്, അരിസോണ അങ്ങോട്ടൊക്കെ പോവുകയാണെങ്കിൽ റാറ്റിൽ സ്നേക്ക് അങ്ങനത്തെ ഭയങ്കര പോയിസണസ് ആയിട്ടുള്ള സ്നേക്കൊക്കെ ഉണ്ട്. ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാനിപ്പോൾ ആ സൈഡ് കാണാം. I found a sign. This sign is found by Ammar. I found this sign. കുച്ചു കണ്ടില്ല? നീ സൈൻ കണ്ടില്ല? അമ്മ കണ്ടു സൈൻ. You found 2 actually. ഇവിടെ എന്താ കുച്ചു? ഇവിടെ ഒരു ഡെഡ് എൻഡാ കുച്ചു. ഇവിടെ എന്താ ഈ മരം ഇങ്ങനെ
മുറിച്ചിട്ടേക്കുവാണ്. ഓ, ഇവിടെ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി നമുക്ക് താഴെ നടക്കാം. നടന്ന് 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 മറ്റേ സൈഡിലോട്ട് പോവാം അല്ലേ. പക്ഷെ വെള്ളം ഒരു സുഖമില്ല കേട്ടോ. ഫിഷ് ഉണ്ട് പൂച്ചു, ചെറിയ നോ 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 Those are mosquitoes, right? മോസ്കിറ്റോസ്. അല്ലേ വെച്ചു. സോ കൂൾ. നമുക്ക് അത് നടന്നാലോ ആ സ്റ്റെപ്പിൽ കൂടെ. വീൽ വാക്ക് സ്ലോലി ത്രൂ ദ സ്റ്റെപ്പ്. ബി കെയർഫുൾ ഓക്കെ. But there's cones out there. അങ്ങോട്ട് പോകണ്ട, വോക്ക് ചെയ്തിട്ട് തിരിച്ചു വരാം. സ്റ്റെപ്പിൽ കൂടെ നടന്നിട്ട് തിരിച്ചു വരാം. ഡു യു ഫീൽ അഡ്വഞ്ചറസ്? ഇവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിച്ചാലോ? നിന്റെ സ്റ്റെപ്പ് ഡു യു വാണ്ട് ഇറ്റ്? Dragonfly, don't touch it. I want to explore more this place. സൂക്ഷിച്ച് നടക്കും, ഇവിടെ ചെളി ഉണ്ട് കേട്ടോ ഉച്ചു. See, this is the ഭയങ്കര place ചെളി where ഇവിടെ. we're dirty. We're going in the right way. അമ്മ പോയിട്ട് നോക്കട്ടെ മറ്റേ ട്രെയിലാന്ന്. സീ ദിസ് വുഡ് കുച്ചു, ഹൗ ഇറ്റ്സ് എ ഹ്യൂജ് മരം. അതിപ്പോ താഴെ വീഴും. ഇതിപ്പം മറിഞ്ഞ് വീഴാൻ നിൽക്കുക. If I was the tallest person in the world, I would get hit. ഓ, ഈ മരത്തിന്റെ ഒരു ഭാഗമാണ് ഒടിഞ്ഞു വീണ കണ്ടോ. വൺ ഓഫ് ഇറ്റ് സൈഡ് കണ്ടോ, ഇവിടെ ഇങ്ങനെ പൊളിഞ്ഞു വീണ്. അപ്പൊ എന്തോരം തടി ഉണ്ടായിരുന്നായിരിക്കും ഈ മരം. ഇത് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഈ മരം. നമുക്ക് ഈ ബ്രിഡ്ജ്, സ്മോൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് വിൽ ഗോ ടു അതർ സൈഡ് ആൻഡ് വിൽ വാക്ക് ഇൻ അതർ സൈഡ് നൗ. നമ്മൾ ഈ സൈഡിൽ കൂടെ അല്ല നടന്നത്. നമുക്ക് ഇതുവഴി ഇങ്ങനെ പോയി 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 ഈ സൈഡിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. നടക്ക്, വാക്ക്. Dragonfly looks like in India. യാ, ഡ്രാഗൺ ഫ്ലൈ പിന്നെ ഇന്ത്യയിൽ വേറെ രീതിയിൽ ഇരിക്കുമോ? നമുക്ക് ഈ മരത്തിന്റെ മുകളിൽ കയറി ഇരുന്നാലോ? ഇത് പേരയിലയാണോ? അല്ല. നമ്മൾ ഈ സൈഡിൽ കൂടെ വന്നില്ലല്ലോ. I told we didn't walk this side. Here? Yeah. Did we? Yeah, we walked here. ഇല്ല, ഇതുവഴി വന്നില്ല കുച്ചു. We have been here. കുച്ചു, find a nice spot where I can sit and eat. So, Amma is really hungry. Hungry. we wanna walk even though we've walked to this bridge before. ഏ? We've walked in this bridge before. വിശക്കുന്നുണ്ട്. ഏതൊക്കെ നല്ല സ്ഥലത്ത്. നമ്മൾ ആദ്യം കണ്ട ബെഞ്ചിന്റെ അവിടെ പോയി ഇരുന്ന് കഴിച്ചോ. അല്ലെങ്കിൽ ആ ബെഞ്ച് എവിടെയായിരുന്നു? That way. See. We'll go and sit there and eat. നടത്തം കഴിഞ്ഞ് വീണ്ടും ആദ്യത്തെ സ്പോട്ടിൽ വന്നു. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ Can you make me a chocolate bread? യെസ് ഓഫ് കോഴ്സ് മൈ സൺ. ഇവിടെ ഇരുന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫസ്റ്റ് ഐ വാണ്ട് ടു വാഷ് മൈ ഹാൻഡ്സ്. കയ്യിൽ ചെളിയുണ്ടോ? എൻ്റെ കയ്യിൽ കുറച്ച്. ഇതൊക്കെ എൻ്റെ സ്വപ്നങ്ങളിലുള്ള സ്ഥലങ്ങളാണ്. ഇങ്ങനെ മരങ്ങളുടെ നടുക്കിരുന്ന് നമുക്ക് ഫുഡ് കഴിക്കാം. ആദ്യം കൈ കഴുകാൻ കുറിച്ചു. കയ്യിൽ അപ്പടി ചെളി. ഓക്കെ, കൊച്ചിൻ്റെ അമ്മ വെച്ചു തരാം. കഴിക്കാം. Really? ഐ എം സോറി പണ. ശരിക്കും തേച്ച് കഴുകും നമ്മൾ ചെളിയും. ഞാൻ എൻ്റെ ഇടയ്ക്ക് എനിക്കൊരു മെസ്സേജ് അയക്കാൻ പോയ സമയത്ത് കുച്ചുവിൻ്റെ ചോക്ലേറ്റ് ബ്രെഡ് ഉണ്ടാക്കി. ഇനിയിപ്പോൾ ഞാൻ എൻ്റെ ചോക്ലേറ്റ് ബ്രെഡ് ഉണ്ടാക്കട്ടെ. ഇന്ന് ഇതുവരെ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല. മനഃപൂർവ്വം കഴിക്കാഞ്ഞാണ് കേട്ടോ. ഇന്നലെ ഞാൻ ഒരേ ഫുഡ് കഴിക്കലായിരുന്നു. സോ ഏതെങ്കിലും ഒരു ദിവസം ഒത്തിരി ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ദിവസം ഞാൻ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയൊരു ഫാസ്റ്റിംഗ് പോലെ എടുക്കും. സോ അപ്പോൾ ഇപ്പം എനിക്ക് നല്ല വിശപ്പായിട്ടുണ്ട്. ഞാൻ കഴിക്കട്ടെ. ഒരു നമ്മളൊരു ആപ്പിൾ കൊണ്ടുവന്ന് എവിടെ വെച്ചു? ആപ്പിളും കൂടെ ഉണ്ട്. Look at all the trees. She's in our house. Can you come? We don't have a tree in our house. Oh yeah? We don't have a tree in our house. There's a tree outside of our house. Hmm? There's a tree outside of our house. നീ എവിടെ പോന്നു? Walk for
You make me want. Don't go far. Stay here, okay? Yeah, but can you make me? ഹലോ ഗായ്സ്, നമ്മൾ ഇതുവരെ പോയിട്ടില്ല. നമ്മൾ ഇവിടെ ഇരിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല. ഇറ്റ്സ് സോ ഗുഡ്. Look at all her. I'll show you her credit card. നോ കുച്ചു, നമുക്ക് ഓരോ ബെഞ്ചിലും കിടന്നാലോ? ഓ, എൻ്റെ മുടി കളർ ചെയ്യാനുള്ള സമയമായി. ഫുൾ നരച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മുടി ഇങ്ങനെ പെട്ടെന്ന് നരയ്ക്കാണ്ടിരിക്കുന്ന എന്തെങ്കിലും പരിപാടി അറിയാവോ? ഐ മീൻ ലൈക്ക്, ഞാനിപ്പോൾ കുറച്ച് നാളായിട്ട് മൈലാഞ്ചിയാണ് തേക്കാറ്. പണ്ടത്തെ പോലെ മൈലാഞ്ചി അത്രയും നാൾ എൻ്റെ തലയിൽ നിൽക്കുന്നില്ല. കുച്ചു എല്ലാം എടുത്ത് വെച്ചാൽ കുച്ചു ഓരോ അലമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. I'm just gonna show you. How beautiful is this? See the sky and trees from here. കുച്ചു അവിടെ പോയി കിടന്നിട്ട് മുകളിലോട്ട് നോക്കും. നല്ല രസമുണ്ട്. ഇവിടെ അല്ലേ എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും പാർക്കിൽ പോയിട്ട് ബെഞ്ചിലൊക്കെ കിടന്ന് ഞാൻ ഇങ്ങനെ മുകളിലോട്ട് നോക്കി കിടന്നാൽ എനിക്ക് വട്ടാന്ന് പറയത്തില്ലേ? ഇവിടെ ആണെങ്കിൽ ഒന്നും പറയാൻ ആരുമില്ല. ഇപ്പം ഈ എൻ്റെ ട്രെയിനിൽ ഞാനും കുച്ചു മാത്രമേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ഞാൻ വരത്തില്ല. എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല, ആരും നമ്മളെ ഒന്നും ചെയ്യത്തില്ല. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യമില്ല. ഇതിപ്പോൾ കുച്ചുവിൻ്റെ ധൈര്യത്തിലാണ് ഞാൻ വന്നേക്കുന്നതെന്ന് അവൻ അറിയത്തില്ല. അറിഞ്ഞ് അവൻ കുറച്ച് ജാട ഇറക്കും. സോ അവനോട് ഞാൻ പറഞ്ഞിട്ടില്ല. അവൻ പോകാമെന്ന് പറഞ്ഞിട്ട് ബഹളം തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് അത്ര പോകാൻ തോന്നുന്നില്ല. ഇറ്റ്സ് സോ നൈസ് ഹിയർ. ഇവരെന്താണ് ഈ നേച്ചർ ആസ്വദിക്കാൻ പറ്റാത്തത്? ചെറിയ ചെറിയ കിളികളുടെ കിളിനാദങ്ങൾ നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ഹലോ ഗായ്സ്, അപ്പം നമ്മുടെ ഇന്നത്തെ ട്രെയിൽ വോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. അപ്പം ഞാനിനി കുറച്ച് ദിവസത്തേന് അടുപ്പിച്ച് ഡെയിലി വ്ളോഗ്സ് പോലെ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. എത്രത്തോളം നടക്കുമെന്ന് അറിയത്തില്ല. കാരണം എല്ലാ ദിവസവും ഞാനും കുച്ചുകൂടെ എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി കുച്ചുവിനെ കൂടെ ഇൻവോൾവ് ചെയ്യിച്ചുകൊണ്ട് ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അത് വ്ളോഗായിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ പ്ലാനിങ്. സോ എനിവേ, അപ്പോൾ ഇന്നത്തെ ഈ വ്ളോഗ്, ഞങ്ങളുടെ ഇന്നത്തെ ഈ സഞ്ചാരവും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മൾ ഇറങ്ങിയ പാലത്തിൽ കൂടെ തന്നെ തിരിച്ചു കയറി ഈ റിവറൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ പോവാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.